നമ്മുടെ ഗുലാനിന്റെ അവിടെ പോയി. പുള്ളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പണി പഠിച്ചോണ്ടിരിക്കുക. എന്ത് പണിയാ? ഡാൻസ് പഠിച്ചോന്. ഡാൻസാ വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചുവടുകളല്ല. മരിക്കുന്നതിന് മുമ്പ് ഡാൻസും കൂടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിക്കൊള്ളാൻ അങ്ങനെ ശപഥം ചെയ്തേക്കല്ലേ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വര. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നോവെന്തായി കാണണേ. നാം കോഴിക്കോട് ചെന്നാൽ അവിടെ, കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ. എന്തൊരു മറിമായം. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അവന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക, പുലിയാട്ടോ പാത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. കിഴമങ്കണ്ണാലേ കുറത്തി തഴമ്പുമ്മയാലേ നിന്റെ കാണാത്ത മാമ്പഴങ്ങൾ കാന്താരി ഞാൻ. കൈയടി മുഴുവൻ തീർക്കണ്ട. എന്ത് കലക്കണം അത് അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. എന്നാ നീ പോയി അപോഷം ചെയ്യടാ. എന്ന് വെച്ചാ കലക്കാൻ ഒരു ഉഗ്ര കളി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി. അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇത് കണിയല്ല, കെണിയാ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കുണ്ട്. നിങ്ങളൊക്കെ സാധാരണ കുട്ടികളെ പോലെ അരങ്ങേറി. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാം. ഇവൾ ആരാണ്? കലാമന്ദിരത്തിന്റെ അഭിമാനതാരവും. തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്ന് ഒരു പ്രാവശ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകും. നമ്മൾ തോക്കൂല, വന്നാലും തോക്കൂല. അത്രേ ഉള്ളൂ. താരം ആ നിലവാരം പുലർത്തണം. അതൊന്ന്. പിന്നെ പ്രശംസിച്ച് എല്ലാരും കൂടെ ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുകയാണ്. നർത്തകി ലക്ഷണങ്ങളുള്ള ഒരു കുട്ടിയാണവൾ. അവളിൽ വലിയൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ആ കുട്ടി അഹങ്കാരിയായി നശിക്കരുത്. കൈയടി മുഴുവൻ തീർക്കണ്ട. എന്ത് കലക്കണം.